മക്കളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലേ, ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു മത്തിപ്പീരയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ് ചോറ് കഴിക്കാൻ. ചോറ് കഴിക്കാത്ത കുട്ടികളൊക്കെ ഇതേ രീതിയിലൊരു മത്തിപ്പീരയൊക്കെ തയ്യാറാക്കി കൊടുത്താൽ അവർ ചോറ് കഴിക്കുക. അതുപോലെ മത്തി കഴിക്കാത്ത കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും കേട്ടോ, ഇതേ രീതിയിലൊരു മത്തിപ്പീര തയ്യാറാക്കി കൊടുത്താൽ. അപ്പം വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ചോറ് ഇത് കൂട്ടി കഴിച്ചാൽ ചോറ് പാത്രം കാലിയാവുമെന്ന് അറിയില്ല, അത്രയ്ക്ക് രുചികരമായിട്ടുള്ള ഒരു മത്തിപ്പീരയാണ്. അപ്പം ഇത് തയ്യാറാക്കാൻ എളുപ്പവുമാണ്. കൂടുതൽ ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് രുചികരമായ രീതിയിൽ തയ്യാറാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു മീഡിയം പരുവത്തിലുള്ള ഒരു 8-9 മത്തിയോളം എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതെല്ലാം ഇതിൻ്റെ ചെതമ്പലെല്ലാം കളഞ്ഞ് ഇതിൻ്റെ സൈഡിലത്തെ ആ മുരുപ്പമൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതിന് കട്ട് ചെയ്യണം. അപ്പം ചെറുത് നമ്മൾ 2ആയിട്ടും കട്ട് ചെയ്യും. നമുക്ക് നല്ല ചെറുതായിട്ട്, നന്നായിട്ട് ചെറുതായിട്ട്, ഈ ഹോട്ടലിലൊക്കെ ചെയ്യുന്ന പോലെ ചെറിയ പീസായിട്ട് വെക്കാം. നമുക്കിപ്പം നമ്മൾ കുറച്ച് പേരെ ഉള്ളതുകൊണ്ട് നമ്മൾ ചെറുത് 2ആയിട്ടും കട്ട് ചെയ്തു. വലുത് 3ആയിട്ട് 4ആയിട്ട് അങ്ങനെ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളിത് വീണ്ടും കഴുകും കേട്ടോ. ഇതിനകത്ത് ബ്ലഡൊക്കെ വന്നിട്ടുണ്ടല്ലോ, കഴുകും. അങ്ങനെല്ലാം കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചേർക്കാനായിട്ടൊരു അരമുറി തേങ്ങ, ഒരു മീഡിയം പരുവത്തിലുള്ള തേങ്ങ, പിന്നെ ചെറിയ ഉള്ളി ഒരു 10-15. ചെറിയ ഉള്ളി എത്ര ചേർത്താലും നല്ലതാണ്. ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഉള്ളിയാണ് കേട്ടോ. അപ്പം ചെറിയ ഉള്ളി തന്നെ എടുക്കണം നമ്മൾ ഈ പീരയ്ക്കായിട്ട്. അപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ ഒരു 5-6 ബുള്ളറ്റ് മുളക്, നല്ല എരിവുള്ളതാണ്. ഇതിൻ്റെ അരിയൊക്കെ കളഞ്ഞ് കുറച്ച് ഏകദേശം അരികളൊക്കെ കളഞ്ഞ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ തോട്ടുപുളി, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പണ്ടൊക്കെ നമ്മുടെ മത്തി പീര വറ്റിക്കുന്നത് നമ്മൾ കല്ലേൽ വെച്ച് ചതച്ചാണ്. അപ്പോൾ ആ ചതയ്ക്കുന്ന അതേ ഫീലിലാണ് ഞാനും ഇപ്പം ചെയ്യുന്നത്. നമ്മൾ ഉള്ളിയൊക്കെ ചതച്ചെങ്കിലേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടുകയുള്ളൂ. ചതച്ചതിൻ്റെ നീരിറങ്ങണം. അല്ല നമ്മൾ അരിഞ്ഞ് കൂട്ടിപ്പിടിച്ച് ഞെരടി വെച്ചാലൊന്നും അതിൻ്റെ ടേസ്റ്റൊന്നും നമുക്ക് ശരിക്കും കിട്ടില്ല. നമ്മുടെ പഴയകാല ആ രുചിക്കൂട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ചതച്ച് തന്നെ ചേർക്കണം. അമ്മിക്കല്ലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചതയ്ക്കുന്നത്. അമ്മിക്കല്ലാണെങ്കിൽ ചതച്ച് കൂട്ടി അങ്ങോട്ട് എടുത്താലുണ്ടല്ലോ എന്തൊരു ടേസ്റ്റ്, അതിൻ്റെ രുചി കഴിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ രുചി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉള്ളിയെല്ലാം ഇതേ രീതിയിൽ ഇങ്ങനെ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചതച്ച് ഞെരടി ചേർക്കുമ്പോൾ ആ ഒരു ടേസ്റ്റും ഒന്ന് വേറെ തന്നെ. അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം ചതച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും ചതയ്ക്കുന്നുണ്ട്. ഇഞ്ചിയും ചതച്ചെടുത്തു. എന്നിട്ട് പച്ചമുളകും ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. അങ്ങ് ചതച്ചങ്ങ് എടുക്കത്തില്ല, അപ്പോൾ അത് ഒത്തിരി എരിവായി പോകും. ജസ്റ്റ് ഒന്ന് ചതയ്ക്കത്തുള്ളൂ, അതിൻ്റെ എരിവൊന്ന് ഇറങ്ങാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ തേങ്ങയും ഇതിനകത്തിട്ടൊന്ന് ചതയ്ക്കും. കാരണം അതിൻ്റെ പാല് ഞെരടിയാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ ചതയ്ക്കുമ്പം ആ പാലും കൂടെ ഇറങ്ങി അത് ഞെരടി ചേർത്ത് വെക്കുമ്പം നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ തേങ്ങയും ഇതിനകത്തിട്ട് നമ്മൾ ഇതേ രീതിയിൽ ചതച്ചു. അമ്മിക്കല്ലില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ, അമ്മിക്കല്ലാണെങ്കിൽ ചതച്ച് പറ്റിക്കുന്നതെന്നൊക്കെ പറയില്ലേ പണ്ട്, അതാണ്. അപ്പോൾ ഇപ്പോൾ എങ്ങും അരകല്ലില്ലോ, എല്ലാം നമുക്ക് പുരാവസ്തുവായിട്ട് പോലും ഇല്ല. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്, 1 ടീസ്പൂൺ കേട്ടോ. നമ്മൾ ആദ്യം ഉപ്പ് കുറച്ച് ചേർക്കാവുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള കറികൾക്ക്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 സ്പൂൺ മുളക് പൊടി, കളർ കിട്ടാൻ വേണ്ടി കേട്ടോ. ഉപ്പ് നമ്മൾ അധികം ചേർത്താലേ ഉപ്പ് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് ഞെരടി പിന്നെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് നമ്മുടെ വീട്ടിലെ കറിവേപ്പില ആയതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത്, വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. തേങ്ങ നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ, വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് കൂട്ടി തിരുമ്മി നന്നായിട്ട് അതിൻ്റെ പാലും ഇറങ്ങി നമ്മുടെ ആ ഉള്ളിയും എല്ലാം കൂടെ കൂട്ടി തിരുമ്മി കഴിയുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ തള്ളുകയൊന്നുമല്ല. അപ്പോൾ ഇത് ഞെരടി ഇട്ടിട്ട് നമ്മളിതിലേക്ക് പുളിയും ചേർത്ത് കൊടുത്ത് 2-3-4 കഷ്ണം പുളി, ചെറിയ കഷ്ണം, നല്ല പുളിയുള്ള പുളിയാണ്. ആ വെള്ളവും കുറച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മളൊന്ന് നമ്മുടെ ഈ ഇടികല്ല് കൊണ്ടൊന്ന് കഴുകി ആ വെള്ളം ഒഴിച്ച്, നമ്മൾ ഈ മീനൊക്കെ നന്നായിട്ട് വേവണം. അപ്പോൾ അതിന് വെള്ളം വേണം. അപ്പം നകക്ക വെള്ളം വെക്കുന്നുണ്ട് ഞാൻ കേട്ടോ. നമ്മൾ മീനിൻ്റെ വെള്ളം ഉണ്ട് എങ്കിൽ പോലും ഇതൊന്ന് വെന്തിറങ്ങണം. എൻ്റെ ഒരു രീതി അങ്ങനെ കേട്ടോ. എൻ്റെ രീതിയിലാണ് ഞാനിത് കറി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെള്ളം ചേർത്ത് തന്നെയാണ് ഞാൻ മീൻ പറ്റിക്കുന്നത്. ഇതേപോലെ നകക്ക വെള്ളം, അല്ല കൂടുതലല്ല. എന്നിട്ട് മീനെല്ലാം അങ്ങ് കഴുകി അത് നമ്മളത് പിഴിഞ്ഞ് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. നല്ല പച്ച മത്തിയായിരുന്നു കേട്ടോ.
ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൂട്ടിപ്പരട്ടി. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ കൂട്ടിപ്പരട്ടി. എന്നിട്ട് നമ്മളതിന് ഉപ്പ് നോക്കും കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്ന് വേണമെങ്കിൽ നോക്കാം. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ട്. നമ്മൾ വേവാത്തതുകൊണ്ട് നോക്കുന്നില്ല. നമ്മൾ അടുപ്പയിൽ വെച്ചു. നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്ത് നല്ലതായിട്ട് അങ്ങോട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇത് വേവിച്ച് പറ്റിച്ച് ഈ സമയത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അടിക്ക് കൂട്ടി ഇളക്കണം, കുത്തി ഉടച്ച് ഇളക്കരുത്. അടിക്ക് കൂട്ടി ചെറിയ സ്പൂൺ വെച്ച് അടിക്ക് കൂട്ടി ഒന്ന് ഇളക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും തിളച്ചല്ലോ. അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ട് കേട്ടോ. ഞാനില്ലെങ്കിലും കുറച്ചാണ്, അധികം ഉപ്പ് ചേർക്കത്തില്ല ഇങ്ങനെ പീരയ്ക്കൊന്നും. ഉപ്പ് കൂടിപ്പോയാൽ നമുക്കൊരു ടേസ്റ്റും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ മീനെല്ലാം എന്താ പറ്റി പലതവണ നമ്മൾ തുറന്ന് വെച്ചു അടച്ചു വെച്ചും അങ്ങനെ വേവിച്ച് പറ്റിയെല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ ഈ സമയത്ത് കൂടെ ഒന്ന് ഇളക്കി കൂടെ ഉടയത്തില്ല കേട്ടോ. കഷ്ണം കഷ്ണമായിട്ട് ഇളക്കുന്നത് ഉടയത്തില്ല. എന്നിട്ട് നമ്മളിങ്ങനെ വകന്നു കൊടുത്തിട്ട് ഇടയ്ക്ക് ആ വെള്ളം വരത്തക്ക രീതിയിൽ എന്നിട്ട് അവിടെ കിടന്നങ്ങ് വാർന്ന് പൊയ്ക്കോളും, പറ്റി പൊയ്ക്കോളും. പിന്നെ ബാക്കി കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങനെ ഇട്ട് കൊടുത്ത്, ഞാൻ പറഞ്ഞല്ലോ വെളിച്ചെണ്ണ വേണമെങ്കിൽ ഈ സമയത്ത് തൂവി കൊടുക്കാം. പക്ഷെ ഞാനങ്ങനെ ചേർക്കത്തില്ല കേട്ടോ. ആദ്യം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ഈ തേങ്ങാപ്പീരയ്ക്ക് തന്നെ നല്ല രുചിയുണ്ട്. ഇനി വെളിച്ചെണ്ണ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. നന്നായിട്ട് വെന്ത് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ എണ്ണയെല്ലാം നന്നായിട്ട് ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ പീരയെല്ലാം എന്താണ്ടേ എല്ലാം നല്ല പരുവമായി കണ്ടില്ലേ. ഇത് കൂട്ടി ചോറ് കഴിച്ചാൽ വയറ് നിറച്ച് ചോറ് കഴിക്കാം. നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ സമയത്ത് മക്കളെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കളെ പഴയതുപോലെ എല്ലാവരും ലൈക്കും കമൻറ്റും, ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് അമ്മയെ സഹായിക്കണം. പിന്നെ ഹൈപ്പെന്നും പറയുന്ന ഒരു ഓപ്ഷനൂടെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. ആ ഹൈപ്പോടൊന്ന് ടച്ച് ചെയ്യണം കേട്ടോ മക്കളെ. പിന്നെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ അമ്മ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക മക്കളെ. അപ്പം ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ മക്കളെ. അപ്പം അടുത്ത ഒരു നല്ല വീഡിയോ ഇട്ട് വരുന്നതിന് മക്കളെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.